നമസ്കാരം. കസ്റ്റമറായിട്ട് പരിചയപ്പെട്ടപ്പോഴാണ് അറിഞ്ഞത് ഒരു യൂട്യൂബറാണ് സമയ സുധീഷ്. സമയ സുധീഷ് എന്ന യൂട്യൂബ് ചാനലാണ് ഇപ്പോൾ കയറി വരുന്ന ഒരാളാണ്. വളരെ അടിപൊളിയായിട്ടാണ്. എന്താ വെച്ചാൽ നമ്മൾ അങ്ങോട്ടും മാത്രമല്ല ഇങ്ങോട്ടും എല്ലാവരും ഭയങ്കര വൈബായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ശരിക്കും സർവീസ് ആയിരുന്നു അല്ലേ? അപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവിധ ആശംസകൾ. പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിലൂടെ നമ്മുടെ കട ഒന്ന് പുറത്ത് കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ട് വരുന്നവരാണെങ്കിൽ പ്രത്യേകം എന്നോടൊന്ന് പറയണം കേട്ടോ. നമുക്ക് വേണ്ട പോലെ സെറ്റ്. ഓക്കെ. അങ്ങനെ നമ്മൾ ഇൻട്രോയിൽ കണ്ട പോലെ നമ്മൾ പോവാട്ടോ കുത്താമ്പുള്ളിക്ക്. ഇതാ കാർത്തിൻ്റെ കല്യാണമൊക്കെ വരുന്നത്. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പോയത് ഞാൻ, സുധിയേട്ടൻ, പിന്നെ സുനേച്ചി, വിജയേട്ടൻ, കാർത്തിക, ഗോപിയ, പിന്നെ വിജയേട്ടൻ്റെ ചെറിയ പെങ്ങളുണ്ട് ചന്ദ്രികേച്ചി, അവർ 2 മക്കളും, പിന്നെ മോളെ ഭർത്താവും. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയത് കേട്ടോ. ഈ പാലക്കാട് സൈഡിലേക്ക് എത്തുമ്പോൾ ഒരു നല്ലൊരു ഫീലാണല്ലേ. എന്ന് വെച്ചാൽ നല്ല കാഴ്ചകളും അതേപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ചെറിയ ചെറിയ വീടുകൾ അങ്ങനത്തെ ഒക്കെ ആയിട്ടുള്ളതാണ്. പിന്നെ മുന്നിൽ പോകുമ്പോൾ ആനനെ കണ്ടിരുന്നത്. ആനനെ വീഡിയോ എടുക്കാകുമ്പോഴത്തേക്കും വേഗം പോയി അപ്പോൾ അതങ്ങനെ പോയി. പിന്നെ ഇവിടേക്ക് എത്തുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി. എനിക്ക് ഇഷ്ടമാട്ടോ ഇങ്ങനത്തെ ഒക്കെ ഉള്ള സ്ഥലം. പിന്നെ ഇത് മായന്നൂർ പാലാട്ടോ. നമ്മൾ ഒറ്റപ്പാലത്തു നിന്ന് മായന്നൂർ പാലത്ത് കൂടെ ആണ്, തിരുവല്ലാമല റൂട്ടാണ്. അപ്പോൾ ഈ ഒരു പാലം അത്യാവശ്യം നീളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതും ഇവിടെ സൈഡിലൊക്കെ കടകളൊക്കെ ഉണ്ട് അവിടേക്ക് എത്തുമ്പോൾ. എന്ന് വെച്ചാൽ പാലം കഴിഞ്ഞ് എത്തുമ്പോൾ ഇത് ഭാരതപ്പുഴൻ്റെ ബാക്കിയാട്ടോ ഈ മായന്നൂർ പാലം എന്ന് പറയണത്. അപ്പോൾ ഈ 2 സൈഡും നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറച്ച് വെള്ളമുള്ളൂ എന്നാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ നമ്മളിവിടെ എത്താനായിരുന്നു. നമ്മൾ രാവിലെ ഞാനും സുധേട്ടനും വീട്ടിൽ നിന്ന് ഒരു 6 മണിയാകുമ്പോൾ ഇറങ്ങി കേട്ടോ. കുട്ടികളെ കൂട്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ അവരെ എടുത്താൽ ശരിയാവില്ലെന്നറിയാം. എന്ന് വെച്ചാൽ നല്ലപോലെ പർച്ചേസ് ചെയ്യാനും കഴിയില്ല. പിന്നെ അതുപോലെ തന്നെ രാവിലെ നേരത്തെ പോണത്. പിന്നെ അവർക്കുള്ളപ്പോൾ ഇവിടെ നിന്ന് എടുക്കണില്ല, ഞങ്ങൾക്കുള്ള മാത്രം എടുക്കണുള്ളേ. അപ്പോൾ ഏകദേശം നമ്മളവിടെ എത്താനായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ വീട് കണ്ടപ്പോൾ ഞാനതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. എനിക്കിഷ്ടമാണ് അങ്ങനത്തെ വീഡിയോ കേട്ടോ. അങ്ങനെ നമ്മളിതാ ARൻ്റെ ഷോപ്പിന് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ താഴത്തേക്ക് പാർക്കിംഗ് ഏരിയ ആണ് താഴത്ത് ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ സമയം കൊണ്ട് എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം കസ്റ്റമർ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ വണ്ടികൾ കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം കസ്റ്റമർ. നമ്മൾ 8:45 ആകുമ്പോൾ എത്തിയത്, ആ ടൈമിൽ തന്നെ ഉണ്ട്. അങ്ങനെ എന്താ പറയുക, നമ്മൾ ഓരോരുത്തരായിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഈ എന്താ പറയുക, ഈ വെയിലത്ത് നിൽക്കുമ്പോൾ നമ്മളെ മുഖത്ത് ഒരു ഗ്ലോ അധികമാണല്ലേ. അങ്ങനെ ഇതാ ഹെയർലൂംസിൻ്റെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. ഇവിടേക്ക് വരുമ്പോൾ തന്നെ നമ്മളൊരു ഷോപ്പിലേക്ക് പോകുന്ന ഒരു ഫീലല്ല വരുന്നത്. നമ്മൾ ആ സെക്യൂരിറ്റി ചേട്ടൻ നല്ല ബിഹേവിയറൊക്കെ ആയിരുന്നു കേട്ടോ. അതായത് കൃഷ്ണൻ്റെ ഒരു വിഗ്രഹമുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇത് വെഡ്ഡിങ് സാരീൻ്റെ സെക്ഷനാണ്. നമ്മളെ താഴത്ത് ഫസ്റ്റ് ഫ്ലോറ്, അതിൻ്റെ താഴെ ഗ്രൗണ്ടാണ്. അപ്പോൾ നമ്മൾ 3rd ഫ്ലോറിലായിട്ടാണ് നമ്മളെ സാരീസിൻ്റെ കളക്ഷൻ ഉള്ളത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാരിയൊക്കെ സെലക്ട് ചെയ്തു. പിന്നെ നമ്മൾ സെറ്റ് മുണ്ട്, പിന്നെ ഏട്ടനുള്ള ഷർട്ട്, മുണ്ട് അങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് താഴേക്കുള്ള ഫ്ലോർ, അത് സെക്കൻഡാണെന്ന് തോന്നുന്നു, 2nd ഫ്ലോറിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ നിന്നും കാർത്തികയ്ക്ക് സെറ്റ് മുണ്ടൊക്കെ വേണമായിരുന്നു. അപ്പോൾ അവൾക്കുള്ളെടുത്തു, ഏട്ടനുള്ള മുണ്ടും പിന്നെ ഷർട്ടൊക്കെ എടുത്തു. അപ്പോൾ അങ്ങനെ ഒക്കെ എടുത്ത് വരുമ്പോൾ നമ്മൾ ഗോഡൗൺ, നമ്മൾ രാജേട്ടൻ ഇവിടെ ചേച്ചിൻ്റെ പേരെന്താന്ന് പറയാ? നീതു. അങ്ങനെ നമ്മളിതാ നീതു ചേച്ചിനെയൊക്കെ കൂട്ടി നമ്മൾ ഗോഡൗണിലേക്ക് പോട്ടെ. അവരുടെ വണ്ടി തന്നെയാണ്. ഗോഡൗണിലേക്ക് കൊണ്ടാക്കാനും കൊണ്ടുവരാനൊക്കെ അവർ തന്നെ ഉണ്ട്. അതുകൊണ്ട് നമുക്കത്ര കുഴപ്പമില്ല. പിന്നെ ഉള്ളിലേക്ക് പോകുമ്പോൾ ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ട് വേണം കേട്ടോ പോകാൻ. അങ്ങനെ നമ്മൾ പുറത്ത് ചെരുപ്പൊക്കെ അയച്ച് വെച്ചിട്ട് ഉള്ളിലേക്ക് പോവാണ്. ഷോപ്പ് മാത്രമല്ല, ഇവിടെ ഉണ്ട് ഒരുപാട് കസ്റ്റമർ സ്റ്റാഫുകൾ കേട്ടോ. നമ്മളിപ്പോൾ ഗോഡൗണിലോട്ടോ. ഗോഡൗണിൽ ഇതാ സാരി നോക്കുകയാണ്. അപ്പോൾ ഇതാ ഇവിടുത്തെ ഇത് അതിനെ നടന്നൊരു വിധമാണ്. നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. ഈ കളക്ഷൻ ഉള്ളതുകൊണ്ട് ഏതെടുക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പിന്നെ നമ്മൾ 3 പീസ് സെറ്റും കുർത്തിയും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതൊക്കെ ആ ലാസ്റ്റിലേക്കാണ്. അങ്ങനെ നമ്മൾ ഗോഡൗണിൽ നിന്ന് ആവശ്യത്തിനുള്ളതൊക്കെ പർച്ചേസ് ചെയ്തത് ഒരു വാനാട്ടോ. അപ്പോൾ വാനിൽ നമ്മളങ്ങനെ ഷോപ്പിൽ തന്നെ പോവുകയാണെങ്കിൽ അവിടെ ഉണ്ട് കുറച്ച് നോക്കാൻ വേണ്ടിയിട്ട്.
അങ്ങനത്തെ ഷോപ്പിൽ ഇവിടെ നെയ്യണ ഈ ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ കുഞ്ചലം കിട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ട്. നമ്മളിത് വീഡിയോയിൽ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അങ്ങനെ എല്ലാ പർച്ചേസും കഴിഞ്ഞിട്ട് അങ്ങനെ താഴത്തേക്ക് ഇറങ്ങുക കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ എത്ര ആൾക്കാരാണെന്നുള്ള ഓരോരോ ഫ്ലോറിലും ഇരട്ടി ആൾക്കാരാട്ടോ ഉള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ ഒന്നും കൂടി താഴത്തുള്ള ഫ്ലോറിലേക്ക് വന്നിട്ട് ഇവിടെയാണ് എൻട്രി എക്സിറ്റൊക്കെ ഇവിടെ. അപ്പോൾ ഒന്ന് ലെഹങ്കയൊക്കെ നോക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ലെഹങ്ക കാര്യങ്ങളൊക്കെ നോക്കി. നല്ല രസമുണ്ട് കേട്ടോ ഒക്കെ കാണാൻ. ഇത് വെഡ്ഡിങ് സെക്ഷൻ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്, ഞായറാഴ്ചയും കൂടി ആയിട്ട്. പിന്നെ രാജുവേട്ടനും അരവിന്ദേട്ടനും ഓരോ സെലിബ്രിറ്റികളെ കൂടെ ഇരുന്നിട്ടുള്ള ഫോട്ടോ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഇത് നല്ല രസമുണ്ട് കാണാൻ. ഫോട്ടോസ് ഇങ്ങനെ കണ്ടിരിക്കാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അവരെ ആ ഒരു കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട്. പിന്നെ അങ്ങനെ നമ്മൾ ബില്ലിംഗ് സെക്ഷനിലേക്ക് വന്നു. അങ്ങനെ ബില്ലിങ് അടിക്കേണ്ട അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴും എത്ര ജനക്കൂട്ടാന്നാണ്. പിന്നെ നമ്മളങ്ങനെ ഇവരെ പ്ലേ ബട്ടന് അങ്ങനെ ഇവർക്ക് കിട്ടിയ ട്രോഫിയും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കോഫി ഉണ്ട് കേട്ടോ. ഇവിടുന്ന് കോഫി വേണ്ടവർക്ക് കോഫി, അല്ലെങ്കിൽ ജ്യൂസ് വേണ്ടവർക്ക് ജ്യൂസ്. അപ്പോൾ സുധിയേട്ടനും ചേച്ചിയും പിന്നെ വേറൊരാളും കൂടി ജ്യൂസ് പറഞ്ഞു. ഞങ്ങളൊക്കെ പിന്നെ കോഫി ആട്ടോ പറഞ്ഞത്. ഈ ഒരു നുറുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മൊരിഞ്ഞ നുറുക്ക് ഇതും. പിന്നെ നമ്മൾ ഗുഡ് ആൻഡ് ഒരു ബിസ്ക്കറ്റ് ചെയ്യുന്നത് ഈ നുറുക്കന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ ചേച്ചി നമ്മളെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ചേച്ചിയാണ് എല്ലാതും നമ്മളെ ഒക്കെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ കോഫി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ബിസ്ക്കറ്റും കൂട്ടി കഴിച്ചു. അങ്ങനെ പിന്നെ ഒന്നും കൂടി നമ്മൾ മുകളിലേക്ക് കയറുകയാണ്. എന്ന് വെച്ചാൽ എനിക്കും കല്യാണ പെണ്ണിനും ഗിഫ്റ്റ് ഉണ്ട്. എനിക്കൊരു ഗിഫ്റ്റ് തരുന്നുണ്ട് കേട്ടോ അവർ. അപ്പോൾ അതുപോലെ കാർത്തികയ്ക്കുണ്ട് ഒരു ഗിഫ്റ്റ്. അപ്പോൾ നമ്മളെ ചോയ്സാണ്, നമുക്ക് ഏത് തരം ധാവണിയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഏതാ ധാവണി എടുക്കേണ്ടതെന്നുള്ളത് നമ്മളെ ചോയ്സാണ്. അപ്പോൾ ഞാൻ കുറേ തിരഞ്ഞ് എനിക്ക് പറ്റിയ ഒരെണ്ണം കിട്ടി. ചേച്ചി ഉണ്ട് കേട്ടോ നമ്മളെ കൂടെ. ഇവർ ഫുള്ള് നമ്മളെയൊക്കെ കിട്ടി പറഞ്ഞയക്കും. അതുവരെ നമ്മളെ കൂടെ എന്തിനും കട്ട സപ്പോർട്ടായിട്ടുണ്ടാവേ. അങ്ങനെ ആ ഒരു ഗിഫ്റ്റ് രാജേട്ടൻ തന്നെ തന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. എന്ന് വെച്ചാൽ എല്ലാവിധ അനുഗ്രഹവും നൽകി ഒക്കെ നമ്മളെ കാര്യങ്ങൾ എങ്ങനെ സേഫ് ആണോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. നമസ്കാരം. കസ്റ്റമറായിട്ട് പരിചയപ്പെട്ടപ്പോഴാണ് അറിഞ്ഞത് ഒരു യൂട്യൂബറാണ് സമയ സുധീഷ്. സമയ സുധീഷ് എന്ന യൂട്യൂബ് ചാനലാണ് ഇപ്പോൾ കയറി വരുന്ന ഒരാളാണ്. വളരെ അടിപൊളിയായിട്ടാണ്. എന്താ വെച്ചാൽ നമ്മൾ അങ്ങോട്ടും മാത്രമല്ല ഇങ്ങോട്ടും എല്ലാവരും ഭയങ്കര വൈബായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ശരിക്കും സർവീസ് ആയിരുന്നു അല്ലേ? അപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവിധ ആശംസകളും. പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിലൂടെ നമ്മുടെ കട ഒന്ന് പുറത്ത് കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ട് വരുന്നവരാണെങ്കിൽ പ്രത്യേകം എന്നോടൊന്ന് പറയണം കേട്ടോ. നമുക്ക് വേണ്ട പോലെ സെറ്റ്. ഓക്കെ, താങ്ക് യു. എല്ലാ അടിപൊളിയാവട്ടെ, എല്ലാ അടിപൊളിയാവട്ടെ. എല്ലാവരും വലിയൊരു നന്ദി പറയണം. വന്നതിൽ നമ്മുടെ തിരക്കുകാർ എന്തെങ്കിലും തെറ്റുകൂട്ടി ക്ഷമിക്കണം. എടുത്തു കഴിഞ്ഞാൽ വീണ്ടും പേര് ഇവിടെ കോഴിക്കോടല്ലേ? മഞ്ചേരി, മലപ്പുറം. ടോപ്പ് സ്കൂറടിക്കാണ് മലപ്പുറംകാരിപ്പോൾ. 14 ഡിസ്ട്രിക്ട് വരികയാണെങ്കിലും മലപ്പുറം എടുത്ത് നോക്കിയാൽ 45-50 കസ്റ്റമർ ഒരു ദിവസം വരുന്നത്. അതെല്ലാം ഗംഭീരമല്ലേ? താങ്ക് യു. അനിത ചേച്ചി നമ്മളെ കൂടെ ഉണ്ട്. നമ്മളങ്ങനെ വിട പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ചേച്ചി ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 12:30 ആകുമ്പോൾ അവിടെ നിന്ന് പോന്നു. നമ്മളങ്ങനെ നമ്മളെ ഒറ്റപ്പാലത്ത് തന്നെയാണ് അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. വണ്ടി അത് അവിടെ ഉണ്ട്. സുധിയേട്ടനും സുകേഷ് ഏട്ടനും, അതായത് വിജിതേശിൻ്റെ ഹസ്ബൻഡും കൂടി അവർ ഒരു ഹാഫ് ബിരിയാണി വാങ്ങി. ബാക്കി എല്ലാവരും ഫുഡാട്ടോ, സാധാ ചോറാട്ടോ വാങ്ങിയത്. എനിക്ക് വിശപ്പുകൊണ്ടാണ് തോന്നുന്നത്, എനിക്ക് ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു 2 മണിയൊക്കെ ആവാൻ നേരത്ത് നമ്മളവിടെ എത്തി, വീട്ടിലെത്തി. എല്ലാ സാധനങ്ങളും പെറുക്കിയെടുത്തു. പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു. ഞാനൊക്കെ ഓട്ടായിരുന്നു. എന്ന് വെച്ചാൽ വെയിൽ അമ്മാതിരി വെയിലായിട്ട്. അങ്ങനെ കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞു നിന്നിട്ട് ഞങ്ങളൊരു 5 മണി ആവാൻ നേരത്തെ പോകുന്നത്. പോകുമ്പോൾ ഈ ഒരു ചെടി ഉണ്ടായിരുന്നേ. അപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ അത് കവറിൽ വെള്ളത്തിലാക്കണം എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ അങ്ങനെ കവറിൽ വെള്ളമൊക്കെ ആക്കി കെട്ടിയൊക്കെ തന്നെന്ന് വെച്ചാൽ ഇത് വെള്ളത്തിൽ വളരേണ്ട ചെടിയാണെന്ന് പറഞ്ഞിട്ട്
അങ്ങനെ നമ്മളങ്ങനെ പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്കും കൂടി ഷെയറും കൂടി കമൻറ്റും കൂടി ചെയ്യാം. ഓക്കെ, ടാറ്റാ, ബൈ, സീ യു.